ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുത്ത പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മെയിൻ പോർഷനാണ് ആർക്കിയോളജിയുടെ. ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജിയാണ്. അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നുള്ളതായിരിക്കും. ചിലപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് എക്സാംസിനും ചോദിക്കുന്നത്. അപ്പം നമ്മൾ അടുത്തത് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആർക്കിയോളജിക്കൽ റിസർച്ചിൽ ദ ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് ആർക്കിയോളജിക്കൽ റിസർച്ച് ഈസ് ഫിക്സിംഗ് ഡേറ്റ് ഓഫ് ആൻ എക്സ്കവേറ്റഡ് ഒബ്ജക്റ്റ് ആൻഡ് എ സൈറ്റ്. അപ്പം ആർക്കിയോളജിക്കൽ റിസർച്ചിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഓരോ ആർട്ടിഫാക്ട്സും ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയും സൈറ്റിൻ്റെയും സെലക്ട് ചെയ്ത് ആ ഒരു സൈറ്റും അതൊക്കെ അതിൻ്റെയൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്നത് ആർക്കിയോളജിക്കൽ റിസർച്ചിൽ. അപ്പം ഈ ഒരു റിസർച്ച് പ്രോസസ്സിനെ നമ്മൾ ഒരു ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പം പണ്ടുള്ള കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ റെക്കോർഡ്സ് വെച്ചും കാലണ്ടേഴ്സ് വെച്ചും ഒക്കെയാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കുറേ ഡേറ്റിംഗ് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ആദ്യം ആർക്കിയോളജിസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ, നമ്മൾ ക്രമമായിട്ട് കാലക്രമമായിട്ട് ഓരോന്ന് തിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് കുറച്ച് ടഫാണ്, എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് റിട്ടൺ റെക്കോർഡ്സ് ഓർ കലണ്ടേഴ്സ് ഇൻ ഡേയ്സ് ബിഫോർ ആക്യുറേറ്റ് ഡേറ്റിംഗ് ടെക്നിക്സ് വെയർ അവൈലബിൾ. അതായത് ആക്യുറേറ്റ് ഡേറ്റിംഗ് ടെക്നിക്സ് അവൈലബിൾ ആകുന്നതിന് മുമ്പ് നമ്മൾ റിട്ടൺ റെക്കോർഡ്സും കലണ്ടേഴ്സും ഒക്കെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ആർക്കിയോളജിസ്റ്റ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡർ കാലക്രമമായിട്ട് തരംതിരിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഏർലി ആർക്കിയോളജിസ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിനാണ്. ഓരോ ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസും ഇതുപോലെ ഇങ്ങനെ കാലക്രമമായിട്ട് ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിങ് ചെയ്യുന്നതാണ്. അപ്പം ഓവർ ദ ഇയേഴ്സ് ആർക്കിയോളജിസ്റ്റ് ഹാവ് കംപ്ലീറ്റ് ടു എംപ്ലോയ് സെവറൽ മെത്തേഡ്സ് ടു ഡിറ്റർമൈൻ ദ ആക്ച്വൽ ഓർ അപ്രോക്സിമേറ്റ് പീരീഡ് ഓഫ് ആൻ ആർട്ടിഫാക്റ്റ് ആൻഡ് കൾച്ചർ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കാലക്രമമായിട്ട് തരംതിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ക്രൊണോളജിക്കൽ ഓർഡറിങ് വഴിയായിരുന്നു തരംതിരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴാണെങ്കിൽ കുറേ ഡേറ്റിംഗ് മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഓരോ ആർട്ടിഫാക്റ്റിൻ്റെയും അപ്രോക്സിമേറ്റ് കറക്റ്റായിട്ടുള്ള പീരീഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആർക്കിയോളജിക്കൽ റിസർച്ചിൽ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നമെന്നല്ല, മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടുപിടിച്ച ഒബ്ജക്റ്റിൻ്റെയും സൈറ്റിൻ്റെയും എക്സ്കവേറ്റഡ് ഒബ്ജക്റ്റിൻ്റെയും സൈറ്റിൻ്റെയൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. റിട്ടൺ റെക്കോർഡ്സിൻ്റെയും കലണ്ടേഴ്സിൻ്റെയും ഒന്നും ഹെൽപ്പില്ലാതെ ഇപ്പോഴാണ് ഡേറ്റിംഗ് ടെക്നിക്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ വായിച്ച് നോക്കി പിന്നെന്താണ് കലണ്ടേഴ്സും അങ്ങനെയൊക്കെ വെച്ചാണ് ആർക്കിയോളജിസ്റ്റ് ആദ്യം ജസ്റ്റ് ഒരു കാലക്രമമായിട്ട് തരംതിരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ നമ്മൾ ഡേറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മെയിനായിട്ടും കുറേ ഡേറ്റിംഗ് മെത്തേഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആർട്ടിഫാക്റ്റിൻ്റെ അപ്രോക്സിമേറ്റ് പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പണ്ടാണെങ്കിൽ മെയിനായിട്ടും ആൾക്കാർ ഈ ആർക്കിയോളജിസ്റ്റുള്ള ആൾക്കാർ മെയിനായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ആർട്ടിഫാക്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിങ്, അതായത് കാലക്രമമായിട്ട് തരംതിരിക്കുന്നതിനായിരുന്നു മെയിനായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെൻഡ്രോക്രൊണോളജി, റേഡിയോ കാർബൺ ഡേറ്റിംഗ്, പൊട്ടാസ്യം കാർബൺ ഡേറ്റിംഗ്, അതുപോലെ തന്നെ പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ്, തെർമോലുമിനസൻസ്, പാലിയോമാഗ്നറ്റിസം, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡെൻഡ്രോക്രൊണോളജി എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ +2-ലും 10th-ലും ഒക്കെ ഒരു സമയത്ത് പഠിച്ചതാണ് ആനുവൽ ഗ്രോത്ത് റിങ്സിനെ കുറിച്ച്. ട്രീസിലുണ്ടാക്കുന്ന ആനുവൽ ഗ്രോത്ത് റിങ്സിനെ കുറിച്ച്. നമ്മൾ ട്രീസൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ അകത്ത് അതിൻ്റെ വുഡിലൊക്കെ ആണെങ്കിൽ ചില സർക്കുലർ റിങ്സ് കാണപ്പെടുന്നു. അപ്പോൾ ആ ഒരു സർക്കുലർ റിങ്സിനെ നമ്മൾ ആനുവൽ ഗ്രോത്ത് റിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആനുവൽ ഗ്രോത്ത് റിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് ക്ലൈമറ്റും അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ് പീരീഡും ഇയറും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രിംഗ് സീസണും സമ്മർ, അങ്ങനെ 2 സീസൺസാണ്. ജസ്റ്റ് എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുകയാണ്. നമ്മൾ സ്പ്രിംഗ് സീസണും അതുപോലെ തന്നെ സമ്മർ സീസണും ഒക്കെ നമുക്ക് ആ ഒരു ആനുവൽ ഗ്രോത്ത് റിങ്സ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. അത് തന്നെയല്ല, ഇപ്പം സ്പ്രിംഗ് സീസൺ ആണെങ്കിൽ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ട്രീസ് ഒത്തിരി മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. ആ ഒരു നമ്മൾ ഏർലി വുഡെന്നും, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാത്ത ആ ഒരു സമയത്ത് സമ്മർ സീസൺ ആയിരിക്കും. അതിന് നമ്മൾ ലേറ്റ് വുഡെന്നും ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഏർലി വുഡിലെ സെൽസ് ഭയങ്കര ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ തിന്നായിരിക്കും. ലേറ്റ് വുഡിലെ സെൽസ് ഭയങ്കര തിക്കായിരിക്കും, അതുപോലെ തന്നെ സ്മോളും ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്ട്രാ പോയിൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് ആനുവൽ ഗ്രോത്ത് റിങ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അതിവിടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് എഴുതിയാൽ മതി. അപ്പം ഇത് എല്ലാ ട്രീസിനെയും
Not all species of trees are equally affected by climatic variations, and this poses a limitation for this dating process. അതായത് ഡേറ്റിംഗ് പ്രോസസ്സിലെ ഒരു മെയിൻ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ട്രീസിനെയും ബാധിക്കുന്ന ഇപ്പോൾ ഓരോ ട്രീസിനും ഓരോ ആനുവൽ ഗ്രോത്ത് റിങ്സ് ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്ലൈമാറ്റിക് വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഡേറ്റിംഗ് പ്രോസസ്സിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഈ ഒരു ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് നൗവേ ഡേയ്സിൽ ഇതിൻ്റെ ഒരു യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനു വേണ്ടി മാത്രമല്ല, അപ്രോക്സിമേറ്റ് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റ് ഡേറ്റിംഗ് മെത്തേഡ്സ് ആക്യുറേറ്റ് ആണോ അല്ലയോ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാനും നമ്മൾ ഡെൻഡ്രോക്രോണോളജി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡെൻഡ്രോക്രോണോളജി എന്താണെന്ന് വെച്ചാൽ ആനുവൽ ഗ്രോത്ത് റിങ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ക്ലൈമറ്റിൻ്റെയും അതൊക്കെ വെച്ച് ഇയറും പീരീഡും കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞേക്കുന്നത്. നൗവേ ഡേയ്സിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പീരീഡും ക്ലൈമറ്റും ആ ഒരു ഇതൊന്നും മാത്രമല്ല കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓരോ ഡേറ്റിംഗ് മെത്തേഡ്സിൻ്റെയും ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൻഡ്രോക്രോണോളജി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ട്രീസിനെ ഒരുപോലെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഓരോ ട്രീസും ഓരോ തരത്തിലുള്ള ആനുവൽ ഗ്രോത്ത് റിങ്സ് ആണ് കാണിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്ലൈമാറ്റിക് വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഡേറ്റ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. എന്നുവെച്ചാൽ ഡിഫറെൻറ്റ് മൈക്രോ ക്ലൈമറ്റ് ആണ് ഇവർ കാണിക്കുന്നത്. അടുത്ത മെത്തേഡാണ് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് KAR ഡേറ്റിംഗ് എന്ന്. ഇതിനകത്താണെങ്കിൽ നമ്മൾ K40 ആണ് പൊട്ടാസ്യത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇത് മൈന്യൂട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് റോക്സിലും വോൾക്കാനിക് ആഷിലും ഒക്കെ കാണപ്പെടുന്നു. ഇത് ഡീക്കേ ചെയ്തിട്ട് ഗ്യാസ് ആർഗണായിട്ട് മാറുന്നു. നോൺ റേറ്റിൽ ഗ്യാസ് AR40 ആർഗണായിട്ട് മാറുന്നു. അപ്പം ഏകദേശം ഇതിനൊരു 1.3 ബില്യൺ ഇയേഴ്സ് എടുക്കും. ഇത്രയും നമ്മൾ ചേഞ്ച് ചെയ്ത് K40 നിന്ന് AR40 മാറുമ്പോഴത്തേക്കും 1.3 ബില്യൺ ഇയേഴ്സ് എടുക്കുമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം AR40 എന്ന് പറഞ്ഞേക്കുന്നത് റോക്ക് മെൽറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, ലാവയായിരിക്കുന്ന സമയത്ത് ഈ AR40 ഗ്യാസാണ് അത് എസ്കേപ്പ് ചെയ്തു പോകും. അപ്പം റോക്ക് കൂൾ ചെയ്ത്, അതായത് തണുത്തുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ AR40 അതിനകത്ത് തന്നെ ട്രാപ്ഡായിട്ട് ഇരിക്കും. അപ്പം നമ്മൾ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ K40 നിന്ന് AR40 മാറിയ ആ ഒരു റേഷ്യോയും ടൈം ടേക്കണും ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പം K40 പൊട്ടാസ്യം 40 അത് പൊട്ടാസ്യത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന് ലോങ് ഹാഫ് ലൈഫ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് സെവറൽ മില്യൺ ഇയേഴ്സിന് ബാക്കിലുള്ള കുറേ മെറ്റീരിയൽസിൻ്റെ ഡേറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെത്തേഡാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കാർബൺ 14 ഓർ 14C ആൻഡ് ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ സയൻറ്റിഫിക് മെത്തേഡ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് കാർബൺ 14 അല്ലെങ്കിൽ 14C. ഇതൊരു മോസ്റ്റ് കോമൺ ആയിട്ട് സയൻറ്റിഫിക് ഡേറ്റ് നമ്മൾ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ഡേറ്റിംഗ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ കോസ്മിക് റേ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ആറ്റംസ് ഇൻ എ മാറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ കാർബൺ 14 എന്ന് പറയുന്നത് ഒരു 83,000 ഇയേഴ്സ് ആവറേജ്, അപ്പോൾ അത്രയും ഇയേഴ്സ് എടുത്ത് ഇത് നൈട്രജൻ 40 ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ലിവിങ് ബീങ്സിലും സീ വാട്ടർ കൂടെയും എയർ കൂടെയും ഇത് എൻ്റർ ചെയ്യുന്നു. അപ്പം നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞേക്കുന്നത് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഒരു കമ്പഷൻ പ്രൊഡക്റ്റാണ്. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് കാർബൺ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഫുഡ് ഓഫ് ലൈഫാണ്. അതുപോലെ തന്നെ ഫ്രഷ്ലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള റേഡിയോ കാർബണൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വഴിയാണ് ലിവിങ് ബീങ്സിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പം only when a plant or animal dies does the uptake of 14 carbon begin to decline through a radioactive decay. അതായത് ഈ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ 14 കാർബണൊക്കെ ഇങ്ങനെ അപ്ടേക്ക് ചെയ്യുമ്പോഴാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ആ ഒരു ഡിക്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു അവസാനം കാണുന്നതെന്ന് പറയുന്നത് ആക്ച്വലി ഒള്ളി വെൻ എ പ്ലാന്റ് ഓർ ആനിമൽ ഡൈസ്. അപ്പോൾ പ്ലാന്റോ ആനിമലോ മരിക്കുന്ന, അപ്പോൾ അവരാണെങ്കിൽ ഈ 14 കാർബൺ ശ്വസിക്കുമ്പോഴത്തേക്കും അവരെന്തായാലും മരിച്ചു പോകും. അപ്പോൾ ആ ഒരു സമയമാണ് ബിഗിൻ ടു ഡിക്ലൈൻ ത്രൂ എ റേഡിയോ ആക്റ്റീവ് ഡീക്കേ. Does the uptake of 14 carbon begin to decline through a radioactive decay? ഇപ്പോൾ അമേരിക്കൻ കെമിസ്റ്റായ വില്യാർഡ് ലിബിയാണ് ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്
എക്സ്കവേറ്റ് ചെയ്ത ഒബ്ജക്ട്സിൻ്റെയൊക്കെ റേഡിയോ കാർബൺ ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 5568 ഇയേഴ്സ് എടുക്കുമെന്നാണ്. 14 കാർബൺ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഹാഫ് ലൈഫിൽ എത്തണമെങ്കിൽ 5568 ഇയേഴ്സ് എടുക്കുമെന്നാണ്. പക്ഷേ മോഡേൺ റിസർച്ച് പറയുന്നത് 5730 ഇയേഴ്സ് എന്നാണ്. അപ്പം ലിപി പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 14 കാർബണിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഡീക്കേ റേറ്റ് നമുക്ക് അറിയാമെങ്കിൽ ആ ഒരു ഇത് വെച്ച് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ഡെഡായിട്ടുള്ള പ്ലാന്റ് ഒരു ആനിമൽ ടിഷ്യൂവിൻ്റെ ഏജ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 14 കാർബൺ ട്രേസസ് ഉണ്ടല്ലോ, അതാണെങ്കിൽ 5730 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഹാഫായിട്ട് മാറുന്നു. അപ്പോൾ ഒരു 23,000 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒറിജിനൽ ടൈനി കോൺസെൻട്രേഷൻ്റെ ഒരു 1/6 മാത്രമേ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പം ഇദ്ദേഹം പറയുന്നത് 14 കാർബൺ ഡീക്കേ ചെയ്യുന്ന സമയത്ത് കുറേ ബീറ്റ പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ബീറ്റ പാർട്ടിക്കിൾസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജിജർ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺവെൻഷണൽ മെത്തേഡാണ് നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ റേഡിയോ കാർബൺ ലബോറട്ടറീസിലും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ സാമ്പിൾസിനായിട്ട് മെയിനായിട്ടും ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ചാർക്കോൾ, വുഡ്, സീഡ്സ്, ഹ്യൂമൻസ് ആൻഡ് ആനിമൽ ബോൺസ്, അതൊക്കെ. അപ്പം ഈ ഒരു മെത്തേഡാണ് നമുക്ക് കാർബൺ കണ്ടൻറ്റ് ഉള്ള ഒബ്ജക്ട്സിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനും അതില്ലാത്ത ഒബ്ജക്ട്സിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനും ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് വെൻ കാർബൺ ഫുഡ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഡിറ്റർമൈനിങ് ദ ഡേറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് വിച്ച് കണ്ടെയ്ൻ കാർബൺ കണ്ടൻറ്റ് ലൈക്ക് വുഡ് ആൻഡ് ചാർക്കോൾ ആൻഡ് ഓൾസോ ഹെൽപ്ഫുൾ ഡിറ്റർമൈനിങ് ദ ഡേറ്റ്സ് ഓഫ് അതർ ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ഹാവിങ് കാർബൺ. ആ ഒരു സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ഫൗണ്ട് ഓൺ ദ സെയിം സൈറ്റ് ഓഫ് ദ ലെയർ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സൈറ്റ് കാർബൺ കണ്ടൻറ്റ് ഉള്ള ആ ഒരു സൈറ്റിലും ഇപ്പം കാർബൺ കണ്ടൻറ്റ് ഉള്ള വുഡ്, ചാർക്കോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ഡേറ്റ് വെച്ച് നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇല്ലാത്ത കാർബൺ കണ്ടൻറ്റ് ഇല്ലാത്ത ഒബ്ജക്ട്സിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയാലും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എല്ലാ മെത്തേഡ്സിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ ഇതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലെ ബാക്ക്ഗ്രൗണ്ട് കോസ്മിക് റേഡിയേഷൻ, കൗണ്ടിങ് എറേഴ്സ്, പുവർ സാമ്പിളിംഗ് ടെക്നിക്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു കാർബൺ 14 ഈ ഒരു മെത്തേഡാണ് നമ്മൾ 50,000 to 80,000 ഇയേഴ്സ് ബാക്കിലുള്ള മെറ്റീരിയൽസിൻ്റെ ഒബ്ജക്ട്സിൻ്റെ ഒക്കെ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മൾ പ്രീഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് BP എന്ന് പറഞ്ഞ ഡേറ്റിംഗ് സ്കെയിലിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പം ഈ ഡേറ്റ്സ് എല്ലാം കൂടെ നമ്മൾ ഒരു സ്കെയിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബിഫോർ പ്രസൻറ്റ് അല്ലെങ്കിൽ BP എന്ന് പറയുന്നത്. അപ്പം പാലിയോ മാഗ്നറ്റിസമാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിംഗ് മെത്തേഡ് ആർക്കിയോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ റോബർട്ട് ഡുബോയ്സ് എന്ന് പറഞ്ഞ ഒരാളാണ്. അത് മിഡിൽ ഓഫ് ദ 19th സെഞ്ചുറി അല്ലെങ്കിൽ 1960 നമ്മൾ ഈ പാലിയോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റിംഗ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിസം എന്ന് പറയുമ്പോഴേ അറിയാം ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ മൂവ്മെൻറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ മാഗ്നറ്റിസം നമ്മൾ ഒക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റമനൻ്റ് മാഗ്നറ്റിസം, എർത്തിൻ്റെ അവശിഷ്ട കാന്തികതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് റമനൻ്റ് മാഗ്നറ്റിസം എന്ന് അവശിഷ്ട കാന്തികത എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഭൂമിയുടെ അവശിഷ്ട കാന്തികതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൻഡ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റഡിങ് റെക്കോർഡ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രിസർവ്ഡ് ഇൻ വേരിയസ് മാഗ്നറ്റിക് മിനറൽസ് ത്രൂ ടൈം. അപ്പം ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് പാസ്റ്റിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റിയും പ്രസൻസും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതൊന്ന് വിവരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലേ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള മൈക്രോസ്കോപ്പിക് അയൺ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഒരു റമനൻ്റ് മാഗ്നറ്റിസം അവശിഷ്ട കാന്തികതയും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരുമിച്ച് പാരലായിട്ട് വരും. അപ്പം ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഈ മൈക്രോസ്കോപ്പിക് അയൺ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ എങ്ങോട്ട് പോകും? ജോഗ്രഫിക് നോർത്ത് പോളിലേക്ക് പോകും. അപ്പം ആ സമയത്ത് മാഗ്നറ്റിക് നോർത്ത് പോള് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരിക്കും. വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞ് തിരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ക്ലേ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മൈക്രോസ്കോപ്പിക് അയൺ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു റമനൻ്റ് മാഗ്നറ്റിസം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റമനൻ്റ് മാഗ്നറ്റിസം എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാരലായിട്ട് വരും. ഈ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ജോഗ്രഫിക് നോർത്ത് പോളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് മാഗ്നറ്റിക് നോർത്ത് പോള് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലേ കൂൾ ആകുമ്പോഴത്തേക്കും ഈ അയൺ പാർട്ടിക്കിൾസ് അതിൻ്റേതായിട്ടുള്ള ഒരു മാഗ്നറ്റിസം മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഡേറ്റിംഗ് മെത്തേഡ്, അതായത് ഡെൻഡ്രോക്രോണോളജി, റേഡിയോ കാർബൺ ഡേറ്റിംഗ്, ഈ ഒരു ഡേറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ഒരു ആർക്കിയോളജിക്കൽ ഒബ്ജക്റ്റിൻ്റെ അബ്സല്യൂട്ടുള്ള ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പാലിയോ മാഗ്നറ്റിസം വെച്ച് നമ്മൾ ഡയറക്ഷനും കണ്ടുപിടിക്കും. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. വിർച്വൽ ജിയോ മാഗ്നറ്റിക് പോൾ ഓർ VGP, ഒരു VGP കർവ് ഒക്കെ ആർക്കിയോളജിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ വിർച്വൽ ജിയോ മാഗ്നറ്റിക് പോൾ VGP എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഒരു VGP കർവ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു VGP കർവ് വെച്ചിട്ട് നമുക്ക് സാമ്പിൾസ്, അതായത് ഏജ് അറിയാത്ത അൺനോൺ സാമ്പിൾസിൻ്റെ ഏജസ് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ അതാണ് ഒരു VGP കർവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പടം കൂടെ നമുക്ക് വരച്ച് ഡിസ്ക്രിപ്ഷൻ
കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാലിയോമാക്റ്റിസത്തിൻ്റെ ആ ഒരു നോട്ട് ആയി. ഇവിടെ പറയാം പാലിയോമാക്റ്റിസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മിഡിൽ ഓഫ് ദി 1960 ഡോക്ടർ റോബർട്ട് ഡുബോയ്സ് ആണ്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ മൂവ്മെൻ്റ് ആയിരിക്കുന്ന സമയത്താണ് മാഗ്നറ്റിസം ഒക്യൂർ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് മെയിനായിട്ടും അവശിഷ്ട കാന്തികതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമുക്ക് അതൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഏൻഷ്യൻ ടൈംസിൽ നടന്നിരുന്ന ഹ്യൂമൻ പ്രസൻസും അതിൻ്റെ ആക്ടിവിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ ജസ്റ്റ് ലാബറോയിൽ വിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലേ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള മൈക്രോസ്കോപ്പിക് അയൺ പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു റെമനൻ്റ് മാഗ്നറ്റിസം, ഒരു അവശിഷ്ട കാന്തികത ഉണ്ടാകും. ആ കാന്തികത എന്ന് പറഞ്ഞേക്കുന്നത് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വരും. അപ്പം ഈ ഒരു പാർട്ടിക്കിൾസ് എല്ലാം കൂടെ അയൺ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരു ജിയോഗ്രാഫിക് നോർത്ത് പോളിലോട്ട് ലക്ഷ്യം വെച്ച് പോകും. ആ സമയത്ത് മാഗ്നറ്റിക് നോർത്ത് പോള് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും. അപ്പം നമ്മൾ വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ നമ്മൾ ക്ലേ കൂളാകുമ്പോഴത്തേക്കും അയൺ പാർട്ടിക്കിൾസ് അതിൻ്റെ മാഗ്നറ്റിസം മെയിൻറ്റെയിൻ ചെയ്യും. മറ്റ് ഡേറ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആർക്കിയോളജിക്കൽ ഒബ്ജക്ട്സിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഈ മെത്തേഡ് വെച്ച് നമ്മളതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കും. നമ്മൾ മാഗ്നറ്റിസത്തിൻ്റെ ഡയറക്ഷൻ വെച്ചാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് ഒരു ത്രൂ ഔട്ട് പ്രോസസ്സിന് പറയുന്ന പേരാണ് വെർച്വൽ ജിയോമാഗ്നറ്റിക് പോൾ അല്ലെങ്കിൽ VGP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു VGP കർവ് ഒക്കെ ആർക്കിയോളജിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു VGP കർവ് വെച്ചിട്ടാണ് നമ്മൾ ഈ അൺനോൺ സാമ്പിൾസിന്, അതായത് നമുക്ക് അറിയേണ്ട സാമ്പിൾസിൻ്റെ ഏജസ് ഒക്കെ നമുക്ക് ഈ VGP കർവ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പടമൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദിസ് മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഡേറ്റിംഗ് ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് ബേക്ക്ഡ് ക്ലേ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെർമോലൂമിനസൻസ് ആണ്. തെർമോലൂമിനസൻസിനകത്ത് മെയിനായിട്ട് നമ്മൾ ബേക്ക്ഡ് ക്ലേ, ചുട്ടുപഴുത്ത കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളുടെ ഡേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് തെർമോലൂമിനസൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബേക്ക്ഡ് ക്ലേ എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത കളിമണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം സോയിലിൽ, പ്രത്യേകിച്ച് ക്ലേയിൽ, നമ്മൾ പോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ക്ലേയിൽ നമുക്ക് കുറേ നാച്ചുറൽ ഐസോട്ടോപ്സ് കാണാൻ വേണ്ടി പറ്റും. അത് യുറേനിയം, തോറിയം, പൊട്ടാസ്യം, റുബീഡിയം എന്നിവയുള്ള നാച്ചുറൽ ഐസോട്ടോപ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണെങ്കിൽ കുറേ മിനറൽസിനെ, ക്വാർട്സ് പോലുള്ള മിനറൽസിനെയൊക്കെ ഇറേഡിയേറ്റ് ചെയ്തിട്ട് വികിരണം നടത്തിയിട്ട്, ഇറേഡിയേറ്റ് എന്ന് പറഞ്ഞാൽ വികിരണം നടത്തിയിട്ട് ഇലക്ട്രോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്ന് ഇവയെല്ലാം ഒരു ട്രാപ്പായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ട്രാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫെക്ട്സിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ് ഒരു റെഗുലർ റേറ്റിൽ ട്രാപ്പായിട്ട് ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് +2 ലെവലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള മിനറൽസ് നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എനർജി എല്ലാം കൂടെ ഒരു 320 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ലൈറ്റായിട്ട് ഇമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കൂൾ ചെയ്യുമ്പോഴത്തേക്കും എനർജി വീണ്ടും അത് ശേഖരിച്ച് വെക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു കൺസൈസ് ചെയ്ത് ചുരുക്കത്തിൽ ഇത് പറഞ്ഞാൽ, നമ്മൾ ഒരു പീസ് ഓഫ് പോട്ടറി നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനർജി ആദ്യം ഇത് അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യും. കൂൾ ചെയ്യുമ്പോഴത്തേക്കും അത് വീണ്ടും എനർജി അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി, ശേഖരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രാ എനർജി നമ്മൾ ലൈറ്റിൻ്റെ ഫോമിലായിരിക്കും എല്ലാം റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ എമിറ്റ് ചെയ്യുന്ന ഈ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് ശേഖരിച്ച് വെച്ചിരിക്കുന്ന എനർജിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ലൈറ്റൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന ലബോറട്ടറി പ്രോസസ് വെച്ചാണ്. അപ്പോൾ ആ ഒരു ബേസിൽ റേറ്റ് ഓഫ് എനർജി അക്യുമുലേഷൻ ഈസ് അസർട്ടൺ വെയർ ബൈ ആർക്കിയോളജിസ്റ്റ് ക്യാൻ കാൽക്കുലേറ്റ് ടൈം ഇലാപ്സ്ഡ് സിൻസ് നമുക്ക് എത്ര എനർജിയാണോ, അപ്പം ഈ എനർജി അക്യുമുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആർക്കിയോളജിസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ പോട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയമാണ് റേറ്റ് ഓഫ് എനർജി അക്യുമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ദിസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ഫ്ലിൻസ് എന്ന് പറഞ്ഞാൽ തീക്കല്ല് എന്നാണ് അർത്ഥം. ഇങ്ങനെ തീക്കല്ലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഈ ഒരു സെയിം പ്രോസസ്സ് നടക്കുന്നതിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റിംഗ് മെത്തേഡ്സ് വെച്ച് പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സ് പഠിക്കുന്നതാണ് തെർമോലൂമിനസൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പം അതത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ കുറേ ഡേറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ഉണ്ട്, യുറേനിയം സീരീസ് ഉണ്ട്, ഫിഷൻ ട്രാക്കിംഗ്, ഡേറ്റിംഗ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട്, ആർക്കിയോളജിയിൽ പഠിക്കാനായിട്ട് മെയിനായിട്ടും ഇത്രയേ ഉള്ളൂ. കാരണം ബാക്കിയൊക്കെ എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇവിടെ കുറേ എക്സസൈസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരിക്കും നമുക്ക് എക്സാംസിനും ചോദിക്കുന്നത്. ഇങ്ങനെ കൊന്നിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും.
അപ്പോൾ അടുത്ത നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആന്ത്രോപോളജിയാണ്. അത് അടുത്ത വീഡിയോയിലാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ചെറിയൊരു പോർഷനാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റിംഗ് മെത്തേഡ്സ്, ആർക്കിയോളജിയിൽ ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് മെത്തേഡ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഇഗ്നോയിൽ പഠിക്കുന്ന BA ഹിസ്റ്ററി പഠിക്കുന്ന ഹോണേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻ നമുക്ക് ആന്ത്രോപോളജി എടുക്കാം. നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.